ഹലോ ഓൾ, നമ്മളിന്ന് S3KTUവിൻ്റെ CST201 ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൻ്റെ സിലബസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സോ ഇതിന് 4 അവേഴ്സാണ് ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 3 ലെക്ചർ അവറും 1 ട്യൂട്ടോറിയൽ അവറും. കൂടാതെ ഇതിന് പ്രാക്ടിക്കലി വേറെ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു S3 ഒരു ലാബായിട്ട് തന്നെ ചെയ്യാനുണ്ട്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ലാബ് ഉണ്ട്, അതുകൊണ്ടാണത് വേറെ അലോക്കേറ്റ് ചെയ്യാത്തത്. ഇതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. ഇയർ ഓഫ് ഇൻട്രൊഡക്ഷൻ 2019 ആണ്. സോ ബേസിക്കലി ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഡാറ്റ സ്ട്രക്ചേഴ്സായിട്ട് നമുക്ക് പരിചയപ്പെടാനും അതേപോലെ തന്നെ അവരുടെ ഓർഗനൈസേഷനും ഓപ്പറേഷൻസും എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അത് വെച്ച് അൽഗോരിതംസ് ഫോർമുലേറ്റ് ചെയ്ത് റിയൽ ലൈഫ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് നോക്കുന്നത്. സോ പ്രീറിക്വസിറ്റായിട്ട് നമുക്ക് C പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ എന്തായാലും S2 പഠിക്കുന്നുണ്ട്. നമ്മൾ C ലാംഗ്വേജിലാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ പിന്നെ വരുന്നത് അതിനകത്ത് CPO മാപ്പിംഗ് ഒക്കെയാണ് പറയുന്നത്. ഇനി അസസ്മെൻറ്റ് പാറ്റേൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമെമ്പറും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈക്വലിയാണ് ഇതിലുണ്ടാവുക. അതേപോലെ പിന്നെ ഒരു മേജർ സെഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിന് ഈ ഒരു പേപ്പറിൽ നിന്ന് റിമെമ്പർ ചെയ്ത് ആൻസർ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് മുൻതൂക്കം കൂടുതലാണ്. ഓക്കെ, മറ്റ് സബ്ജക്ട്സ് പോലെ തന്നെ ടോട്ടൽ 150 ഉണ്ടാവുക. കണ്ടിന്യൂസ് ഇവാലുവേഷൻ 50 ദെൻ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ 100 3 hours എക്സാം. ഓക്കെ, ഇനി ഇൻ്റേണൽസിൻ്റെ കാര്യം പറയുമ്പോൾ അറ്റൻഡൻസിന് 10 മാർക്ക്, അതേപോലെ ഫസ്റ്റ് 2 സീരീസ് ടെസ്റ്റിന് 25 മാർക്സ്, ദെൻ അസൈൻമെൻറ്റ്സ് മോഡ്യൂൾ ടെസ്റ്റ് എല്ലാത്തിൻ്റെ മാർക്കുകളും കൂടിയിട്ട് 15 മാർക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് സിലബസിലേക്ക് വരാം. സിലബസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം 5 മൊഡ്യൂൾസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതിൽ ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിസ്റ്റം ലൈഫ് സൈക്കിൾ ഡിസൈൻ, അല്ലെങ്കിൽ SDLC ആർക്കിടെക്ചർ, അല്ലെങ്കിൽ SDLC എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 6 to 4 മാർക്സിന് ചോദിക്കാം. ദെൻ ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതം, എന്താണ് അൽഗോരിതംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള മെഷേഴ്സ്, അതേപോലെ അത് 2 സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും, അതിൻ്റെ പ്രോബ്ലംസ്. അത് ഷുവറായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളതിവിടെ പഠിക്കുന്നുണ്ട് എങ്കിലും പറഞ്ഞു എന്നുള്ളൂ. പിന്നെ വരുന്നൊരു സാധനമാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. നമുക്ക് പലതരത്തിലുള്ള അൽഗോരിതം അതിൻ്റെ ആ ഒരു ഇതിന് ചെയ്യാവുന്നൊരു നൊട്ടേഷനാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. അതും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ അറേയാണ്. അറേയും അതേപോലെ തന്നെ അറേ വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന 2 ഡാറ്റ സ്ട്രക്ചേഴ്സാണ് സ്റ്റാക്കും ക്യൂസും. ഈ 2 സാധനം കൂടെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്. അതിലാദ്യം വരുന്നത് അറേ വെച്ച് നമ്മളൊരു നോർമലുള്ളൊരു പോളിനോമിയലിനെ എങ്ങനെ നമുക്ക് അറേക്കകത്ത് റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതും പിന്നെ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ്, പിന്നെ ക്യൂവിൻ്റെ ഓപ്പറേഷൻസ്, പിന്നെ ഈ സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. അതും നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മൊഡ്യൂളിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ആ 2 സെർച്ചിങ് സ്ട്രാറ്റജീസിൻ്റെ ഇവാലുവേഷനും അവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ബേസിക്കലി ലാബിൽ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കൂടുതലും ലാബിലായിരിക്കും കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് നോർമലി എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇനി അടുത്തത് വരുന്നത് തേർഡ് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. തേർഡ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ.
അതും അതിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റും. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് പറയുന്നതിന് മുമ്പ് ആദ്യം സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് പറയണം, ദെൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അറിയണം, എന്നിട്ടാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് അതിൻ്റെ ഓപ്പറേഷൻ, ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് അതിൻ്റെ ഓപ്പറേഷൻ, ദെൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഇനി നമുക്ക് ഈ സ്റ്റാക്കും ക്യൂവും ലിങ്ക് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതും അവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിന് മുമ്പ് ഒരു പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ലിങ്ക് ലിസ്റ്റ് വെച്ച് ചെയ്യാവുന്നതാണ്, അതും ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മെമ്മറി അലോക്കേഷൻ, ഡീഅലോക്കേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, ഇത് രണ്ടും ഒരേ വെയിറ്റേജ് ആണ് കൊടുത്തിട്ടാണ് മിക്കവാറും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബബിളി മെമ്മറി അലോക്കേഷൻ ആയിരിക്കും, മറ്റേ പോർഷനിൽ ലിങ്ക് ലിസ്റ്റിൻ്റെയും. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു ട്രെൻഡ് മാറി 3 മാർക്സിലേക്ക് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജീസ് ചുരുങ്ങുകയും അതേപോലെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സിനെയും 3 മാർക്കിൽ ചോദിച്ചും ബാക്കി ലിങ്ക് ലിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എസ്സേസിൽ ചോദിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. ഇനി 4th മൊഡ്യൂളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ട്രീസും ഗ്രാഫും അങ്ങനെ 2 ഡാറ്റ സ്ട്രക്ചറും കൂടെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്, രണ്ടുമാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പം 4th മൊഡ്യൂളാണ്. പക്ഷേ മൊഡ്യൂൾ 2ൻ്റെയും 3ൻ്റെയും കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. ട്രീസിൻ്റെ തന്നെ കുറച്ച് കൺസെപ്റ്റുകളും ബേസിക് ട്രാവേഴ്സൽ ഓപ്പറേഷൻസും മാത്രമേ പറയുന്നുള്ളൂ, കോംപ്ലക്സ് ആയിട്ട് നമ്മളത്ര ഡീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഗ്രാഫും. ഓക്കെ, പിന്നെ വരുന്നത് സോർട്ടിങ്ങും ഹാഷിങ്ങും ആണ്. നമ്മൾ പലതരത്തിൽ മൊഡ്യൂൾ 2 പാർട്ടാണ്, ഒന്ന് സോർട്ടിങ് ഒന്ന് ഹാഷിങ്. നമ്മൾ പലതരത്തിലുള്ള സോർട്ടിങ്സിന് ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു 5 സിലബസിൽ നമുക്ക് നെയിംഡ് ആയിട്ടുള്ള സെലക്ഷൻ സോർട്ട്, ഇൻസെർഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട് ആൻഡ് ഹീപ്പ് സോർട്ട്, ഇത്രയും സോർട്ട്സ് പറയാനുണ്ട്. ദെൻ ലാസ്റ്റ് ഹാഷിങ്ങിൻ്റെ പല ടെക്നിക്സും അതേപോലെ പലതരം ഹാഷ് ഫങ്ഷൻസും നമ്മളവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻലി ഫോളോ ചെയ്യുന്നത് എലിസ് ഹൊറോവിച്ചിൻ്റെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഇൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. കൂടാതെ നമുക്ക് വേറെ കുറേ റെഫറൻസ് ബുക്സും സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോളേജുകളിലൊക്കെ മോസ്റ്റ് പ്രോബബ്ലി MC ഗ്രോഹിലിൻ്റെ ബുക്കുകളൊക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സിലബസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ.